പ്രാർത്ഥന എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ശൈലിയെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ മതത്തിൽ ഒരു വിഷയം പുണ്യമാകണമെങ്കിൽ അതിന് അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനവും സ്വഹാബത്ത് നബിയിൽ നിന്ന് കേട്ടുപഠിച്ച് ജീവിതത്തിൽ പാലിച്ച ഒരു മാതൃകയും അനിവാര്യമായും ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോഴാണ് ഒരു കാര്യം മതത്തിന്റെ ഭാഗമായി മാറുന്നത്. നാം ചർച്ച ചെയ്യുന്നത് തന്നെ അഹ്ലുസുന്ന വൽ ജമാഅ എന്നാണല്ലോ. സുന്നത്ത് എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ, നടപടിക്രമങ്ങളാണ്. വാക്ക്, പ്രവൃത്തി, മൗനാനുവാദങ്ങളാണ് നാം അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വൽ ജമാഅ, ജമാഅത്ത് എന്നാൽ മുത്തഫഖ അലൈഹി അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഇത്തിഫാഖായത്, ഏകോപിച്ചു പറഞ്ഞത് എന്നതാണ് അതിന്റെ ഉദ്ദേശം. അപ്പോൾ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുമ്പോൾ പ്രവാചക ചര്യയുടെയും സ്വഹാബത്തിന്റെ ഏകോപിച്ച അഭിപ്രായത്തിന്റെയും ആളുകൾ എന്നതാണ് അർത്ഥം. നമസ്കാര ശേഷം പ്രവാചകന്റെ മാതൃകയിൽ, സ്വഹാബത്തിന്റെ മാതൃകയിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണുന്നത് ദിക്റുകളാണ്. സലാം വീട്ടിന് ശേഷം ധാരാളം ദിക്റുകൾ ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലാൻ, അതേപോലെ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക എന്ന പ്രാർത്ഥനയുണ്ട്. അതുപോലെ ആയത്തുൽ കുർസി, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ് തുടങ്ങിയ അധ്യായങ്ങൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ തുടങ്ങിയ ദിക്റുകൾ, ഇങ്ങനെ തുടങ്ങി ധാരാളം ദിക്റുകൾ നമസ്കാര ശേഷം പഠിപ്പിക്കപ്പെടും. മഗ്രിബിനും സുബ്ഹിക്കും ശേഷമാണ് പ്രത്യേകിച്ചും ദിക്റുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തുടങ്ങിയ ദിക്റുകൾ പ്രത്യേകിച്ചും 10 പ്രാവശ്യം, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ എന്ന പ്രാർത്ഥന 7 പ്രാവശ്യവും ഒക്കെ ചൊല്ലാനായി പഠിപ്പിക്കപ്പെടും. ഇതാണ് പ്രവാചക മാതൃക, ഇതാണ് സ്വഹാബത്തിന്റെയും മാതൃക. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അവർ പഠിപ്പിച്ചതും ഈ ഒരു രീതി തന്നെയാണ്. എന്തോ കാരണവശാൽ നമ്മുടെ നാടുകളൊക്കെ കുറച്ച് കാലങ്ങളായി അതിൽ നിന്ന് മാറുകയും എന്നിട്ട് ഇമാമ് നിന്ന ഉസ്താദ് ഉറക്കെ പ്രാർത്ഥിക്കുകയും പിറകിലുള്ള ആളുകൾ ആമീൻ പറഞ്ഞ് പിരിയുകയും ചെയ്യുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ കുറച്ച് കാലങ്ങളായി. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്ത് പല ഭാഗത്തും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അധികം പഴക്കം ഈ സമ്പ്രദായങ്ങൾക്ക് ഇല്ല. ഏറി വന്നാൽ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ, പണ്ഡിതന്മാരുടെ ചർച്ചകളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മളൊക്കെ കണ്ടിടത്തോളം അവിടെയൊക്കെയുള്ളത് ഏറി വന്നാൽ മഅ്മൂമികളെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യാം എന്ന് പറഞ്ഞ ചില അഭിപ്രായങ്ങളുണ്ട് എന്ന് ഒഴിച്ചാൽ അതൊരു സുന്നത്തായി സ്ഥിരമായി ചെയ്യേണ്ട രീതിയായി, നമസ്കാര ശേഷമുള്ള ഒരു മര്യാദയായി അങ്ങനെ പഠിപ്പിക്കപ്പെട്ടവർ അധികമൊന്നും അഹ്ലുസുന്നയുടെ ആദ്യകാല നേതാക്കൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പിൽക്കാലക്കാരായ ചില പണ്ഡിതന്മാരാണ് പിന്നെ അതിന് വ്യാഖ്യാനങ്ങൾ നൽകി മറ്റു ചില പഴുതുകൾ കൂടി ഉണ്ടാക്കി വെച്ച് അത് സുന്നത്താണ് എന്ന തരത്തിലേക്ക് കൊണ്ടുവന്നത്. പിൽക്കാലക്കാരായ ചില കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ അവിടെ ഫിഖ്ഹിയായ ചില തലനാഴിക ചർച്ചകളിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രാർത്ഥനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ അത് രീതി തന്നെ പരമാവധി സ്വകാര്യമാക്കുക എന്നതാണ്. ഒരു ദുആ എത്ര സ്വകാര്യമാകുന്നുവോ അത്രയും അത് ഖൈറാണ്, അഫ്ളലാണ് എന്നാണ്. ഉറക്കെ പറയാൻ മാത്രം പറ്റുന്നവയാണ് ഉറക്കെയാക്കാൻ പഠിപ്പിക്കപ്പെട്ടത്, അല്ലാത്തവയൊക്കെ പതുക്കെയാക്കാൻ. അദ്ദേഹം തന്നെ സൂചിപ്പിച്ച സൂറത്ത് അറാഫിലെ വചനം, ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ എന്ന ആയത്ത്. നിങ്ങൾ റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്യണം, തളർറുഅൻ വഖുഫിയ, താഴ്മയോടെയും ഗോപ്യമായും സ്വകാര്യമായും നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യണം എന്നതിനു ശേഷം അല്ലാഹു തആല പറഞ്ഞത് ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിര് വിടുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുക ഇല്ല എന്നാണ്. ദുആയിൽ അതിര് വിടുന്നവർ എന്നാൽ എന്താണ്? ഖുർആൻ മുഫസ്സിറുകൾ ധാരാളമായി അതുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടുത്തി കാണാൻ കഴിയും. വളരെ നീട്ടി വലിച്ചുള്ള പ്രാർത്ഥനകൾ അതിരുവിട്ട പ്രാർത്ഥനകളാണ്. ഹറാമായ നിൽക്കുന്ന പ്രാർത്ഥനകൾ അതിരുവിട്ട പ്രാർത്ഥനകളാണ് എന്ന പോലെ അമിതമായ ശബ്ദത്തിലുള്ള പ്രാർത്ഥനകൾ അതിരുവിട്ട പ്രാർത്ഥനകളാണ്. പ്രഗത്ഭനായ താബിഈ ഹസൻ ബസ്രി റഹിമഹുല്ലാ 500ഓളം സ്വഹാബിമാരെ കണ്ട് അവരിൽ നിന്ന് ദീനു പഠിച്ച താബിഈയാണ് ഹസൻ ബസ്രി റഹിമഹുല്ലാ. അഹ്ലുസുന്നയുടെ നേതാക്കന്മാരിൽ ഏറ്റവും പ്രഗത്ഭന്മാരായ നേതാക്കളിൽപ്പെട്ടവരാണ് ഹസൻ ബസ്രി റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഹിജ്റ 110 അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ചില ആളുകൾ പ്രാർത്ഥിച്ചപ്പോൾ ഒന്ന് ശബ്ദം അല്പം കൂടിപ്പോയി, ശബ്ദം കൂട്ടിയതല്ല, അറിയാതെ ശബ്ദം കൂടി.
ഈ ശബ്ദം ഉയർന്നപ്പോൾ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഖദ് അദ്റകനാ അഖ്വാമൻ മാ കാന അലാ വജ്ഹിൽ അർളി അമലുൻ യഖ്ദിറൂൻ അൻ യകൂന സിർ. ഞങ്ങളൊക്കെ കണ്ടുപഠിച്ച ആളുകൾ അഥവാ സ്വഹാബിമാർ, അവരൊക്കെ ഭൂമുഖത്ത് സ്വകാര്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു കർമ്മവും പരസ്യപ്പെടുത്താൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. സ്വകാര്യമായി ചെയ്യാൻ കഴിയുന്ന കർമ്മങ്ങൾ പരസ്യപ്പെടുത്താൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ചില കാര്യങ്ങൾ സ്വകാര്യമായി ചെയ്യാൻ കഴിയില്ല. നിസ്കാരം, പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്നു, സ്വകാര്യമായി ചെയ്യാൻ കഴിയില്ല, അതെല്ലാവരും അറിയും. ഹജ്ജ് സ്വകാര്യമായി ചെയ്യാൻ കഴിയില്ല, അത് അവിടെ പോയി പരസ്യമായിട്ട് ചെയ്യാൻ കഴിയൂ. എന്നാൽ ദിക്റുകൾ, ദുആകൾ, സദഖകൾ അതൊക്കെ സ്വകാര്യമായി ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. സ്വഹാബിമാർ സ്വകാര്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു കർമ്മവും പരസ്യപ്പെടുത്തൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ട് ശേഷം അദ്ദേഹം പറയുന്നു, വലഖദ് കാനൽ മുസ്ലിമൂന യജ്തഹിദൂന ഫിദ്ദുആ. മുസ്ലിമീങ്ങൾ അഥവാ സ്വഹാബിമാർ ധാരാളമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷേ ഫലാ യുസ്മഉഹും സൗത്ത്, അവിടെ പ്രാർത്ഥനയ്ക്ക് ശബ്ദം കേൾക്കുമായിരുന്നില്ല. ഇൻ ഹുവ ഇല്ലൽ ഹംസു ബൈനഹും വബൈന റബ്ബിഹിം. അവരും റബ്ബുമായുള്ള സ്വകാര്യ ഭാഷണങ്ങളായിരുന്നു സ്വഹാബത്തിന്റെ പ്രാർത്ഥനകൾ എന്ന് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ഈ ആയത്ത് ഹസൻ ബസ്രി പറഞ്ഞത് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം അബൂ ഹയ്യാൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീർ ബഹർ മുഹീത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലൗ ആശൽ ഹസനു ഇലാ ഹാദ സമാനിൽ അജീബ്. അത്ഭുതകരമായ ഈ കാലത്തെങ്ങാനും ഹസൻ ബസ്രി ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം എന്തായിരിക്കും പറയുക എന്ന്. അന്ന് ശബ്ദം കൂടിയപ്പോ ഹസൻ ബസ്രി അങ്ങനെ പറഞ്ഞെങ്കിൽ, ഇന്നൊക്കെ ഹസൻ ബസ്രി ഉണ്ടെങ്കിൽ അദ്ദേഹം എന്തായിരിക്കും പറയുക എന്ന് അദ്ദേഹം വിശദീകരിക്കുക. എന്താണ് ഇന്നത്തെ പ്രത്യേകത? ഇപ്പൊ ചില ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നു. ഒരു 700 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട തഫ്സീറാണ്. 700 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട തഫ്സീറിൽ അബൂ ഹയ്യാൻ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെക്കുകയാണ്, ചില ആളുകൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. യതസമ്മൗന ബിൽ മശായിഖ്, അവർ ശൈഖുമാർ എന്ന് സ്വയം പേര് സ്വീകരിക്കുന്നു. അവർ യൽബസൂന സിയാബ ശുഹ്റത്തിൻ ബിസ്സലാഹി ഇൻദൽ ആമ്മ, പൊതുസമൂഹത്തിന് മുമ്പിൽ മേന്മയുടെ വേഷമായി അറിയപ്പെട്ട ചില വസ്ത്രങ്ങളാണ് അവർ ധരിക്കുന്നത്. അവർ അധികമൊന്നും സംസാരിക്കുകയില്ല, അവർ അധ്വാനിക്കാനും ജോലി ചെയ്യാനും തയ്യാറാവുകയില്ല. പള്ളികളിലോ അതുപോലുള്ള കേന്ദ്രങ്ങളിലോ അവരങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുന്നു. ആളുകൾ അവരിലേക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്ക് അവർ കൈ നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു, ജനങ്ങൾ ആ കൈ ചുംബിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് കുറെ മുരീദുമാർ, ശിഷ്യഗണങ്ങൾ ഉണ്ട്. ആ ശിഷ്യഗണങ്ങളുടെ പണി യുദീഊന അൻഹും കറാമാത്തിൻ വയറൗന ലഹും മനാമാത്തിൻ. ഈ ശൈഖുമാർക്ക് വേണ്ടി കറാമത്തുകളെ അവർ പറഞ്ഞു പ്രചരിപ്പിക്കുന്നു. ഈ ശൈഖുമാർക്ക് വേണ്ടി അവർ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അത് രേഖപ്പെടുത്തി അതങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങാനും ഹസൻ ബസ്രി ഉണ്ടെങ്കിൽ എന്തു പറയുമെന്നാണ് അവസാനം അദ്ദേഹം പറഞ്ഞത്. അവർ ജനങ്ങൾക്ക് ദിക്റുണ്ടാക്കി കൊടുക്കുന്നു, ജനങ്ങൾക്ക് അവർ ദിക്റുണ്ടാക്കി കൊടുക്കുന്നു. ഏതാണ് ദിക്ർ? ലം യഅതി ബിഹാ കിതാബുൻ മുനസ്സൽ വലാ നബിയ്യുൻ മുർസൽ. അല്ലാഹു തആല അയച്ച ഒരു കിതാബിലും പഠിപ്പിച്ചിട്ടില്ലാത്ത, അല്ലാഹു തആല നിയോഗിച്ച ഒരു റസൂലും പഠിപ്പിച്ചിട്ടില്ലാത്ത ദിക്റുകൾ അവ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് അന്ന് പറഞ്ഞെങ്കിൽ, ഇന്ന് ഈ കാണുന്ന രീതി അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്ക് പരിചയമുള്ള രീതിയല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പറഞ്ഞു വെച്ച് അതിന് അനുകൂലിച്ച പണ്ഡിതന്മാരുടെ പോലും ഗ്രന്ഥങ്ങളിൽ മഅ്മൂമികളെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യാം, പഠിച്ചുവെന്ന് മനസ്സിലായാൽ അവസാനിപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞതേ കാണൂ. അതും ശരിയല്ല. പഠിപ്പിക്കാൻ മറ്റു വഴികൾ ഉപയോഗപ്പെടുത്തുക എന്നല്ലാതെ അതൊരു പ്രത്യേക പുണ്യമായ ആചാരമായി സുന്നത്തായി കൊണ്ടുവരിക, അത് ചെയ്യാത്തവർ, അതിൽ പങ്കെടുക്കാത്തവർ, സ്വകാര്യമായി പ്രാർത്ഥിക്കുന്നവർ അവരൊക്കെ മോശക്കാരായി മാറുക, ആ രീതിയിലാണ് ഇന്ന് സമൂഹത്തിൽ ചിന്തിക്കുന്നത്. അത് ശരിയല്ല. അബൂ മൂസാ അശ്അരി റളിയല്ലാഹു അൻഹു സ്വഹാബി പറയുന്നു, ഞങ്ങൾ നബിയുടെ കൂടെ പോകുമ്പോൾ, ഞങ്ങൾ കയറ്റം കയറുമ്പോൾ ഉറക്കെ ഞങ്ങൾ തക്ബീർ ചൊല്ലുമായിരുന്നു. അപ്പോൾ നബി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, ഇർബഉ അലാ അൻഫുസികും, നിങ്ങൾ ഒരു മിതത്വം പാലിക്കണം. നിങ്ങൾ വിളിക്കുന്നത് ചെവി കേൾക്കാത്തവനെയല്ല, വിദൂരത്തുള്ളവനെയല്ല. ഇന്നഹു മഅകും സമീഉൻ ഖരീബ്, അല്ലാഹു നിങ്ങളോടൊപ്പമാണ്, എല്ലാം കേൾക്കുന്നവനാണ്, സമീപസ്ഥനാണ്. അതിനാൽ നിങ്ങൾ മിതത്വം പാലിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് അത്തരമൊരു രീതി അഹ്ലുസുന്നക്ക് പരിചയമില്ല, അത് പിൽക്കാലത്ത് കടന്നു വന്നതാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു